ഹലോ ഫ്രണ്ട്സ്, ഓഫ്സെറ്റ് സിലിണ്ടറിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എൻജിൻ ബാലൻസിങ്ങിനെ കുറിച്ചാണ്. ഒരു എൻജിനിലെ അൺബാലൻസിങ് ആയിട്ടുള്ള ഫോഴ്സസിനെയും കപ്പിൾസിനെയും ബാലൻസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എൻജിൻ ബാലൻസിങ് എന്ന് പറഞ്ഞത്. ഈ അൺബാലൻസ് ഫോഴ്സും കപ്പിളും എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിനെല്ലാം കാരണമാകുന്നത് ഇനേർഷ്യ ഫോഴ്സസ് ആണ്. ഈ ഇനേർഷ്യ ഫോഴ്സസിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒരു റെസിപ്രോക്കേറ്റിംഗ് ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിൻസിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ആണ് നിങ്ങൾ ഈ ഫിഗറിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് F∗I എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത് ഇനേർഷ്യ ഫോഴ്സസ് ആണ്. FR എന്ന് പറയുന്നത് നമ്മുടെ റിസൾട്ടൻറ്റ് ഫോഴ്സ്, നമ്മുടെ കമ്പഷൻ നടക്കുമ്പോഴത്തേക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ഗ്യാസ് പ്രഷർ മൂലമുണ്ടാകുന്ന റിസൾട്ടൻറ്റ് ഫോഴ്സിനെയാണ് F∗R എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ FU എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത് അൺബാലൻസ്ഡ് ഫോഴ്സ് ആണ്. FB എന്ന ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഗ്യാസ് പ്രഷർ മൂലമുണ്ടാക്കിയ ഫോഴ്സ്. FR നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ മെയിൻ ബിയറിങ്ങിലേക്ക് എത്തുന്ന ഫോഴ്സിനെയാണ് ആക്ട് ചെയ്യുന്ന ആ ഫോഴ്സിനാണ് FB എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. സോ അതൊരു ഇൻക്ലൈൻഡ് ആക്സിസിലായിരിക്കും ആക്ട് ചെയ്യുന്നത്, കാരണം നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതിൻ്റെ ഇന്നർ ഡെഡ് സെൻറ്ററിനെ അപേക്ഷിച്ച് ഒരു പർട്ടിക്കുലർ ആംഗിൾ, അതായത് തീറ്റ ആംഗിളിനെ വിത്ത് റെസ്പെക്റ്റ് ടു ആയിരിക്കും ഈ ഫോഴ്സ് B എന്നത് ആക്ട് ചെയ്യുന്നത്. സോ ഒരു ഇൻക്ലൈൻഡ് ഫോഴ്സ് ആയതുകൊണ്ട് തന്നെ അവിടെ രണ്ട് കോമ്പണൻസ് ഉണ്ടായിരിക്കും, ഒരു വെർട്ടിക്കൽ കോമ്പണൻറ്റും ഒരു ഹോറിസോണ്ടൽ കോമ്പണൻറ്റും. വെർട്ടിക്കൽ കോമ്പണൻറ്റിനെ FBV എന്നും ഹോറിസോണ്ടൽ കോമ്പണൻറ്റിനെ FBH ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഇനേർഷ്യ ഫോഴ്സ് എന്ന് പറയുന്നത് റിസൾട്ടൻറ്റ് ഫോഴ്സായ Fൻ്റെ ഈക്വൽ മാഗ്നിറ്റ്യൂഡിലുള്ള ഫോഴ്സാണ്. മാത്രമല്ല ഇത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുമാണ് ആക്ട് ചെയ്യുന്നത്. മാത്രമല്ല ഇത് സെയിം ആക്സിസിലും ആയതുകൊണ്ട് തന്നെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ക്യാൻസൽ ആയി പോകും. സോ അവിടുത്തെ ഈ FRഉം FI എന്ന ഫോഴ്സ് എന്ന് പറയുന്നത് രണ്ടും ബാലൻസായി അവിടുത്തെ എഫക്റ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇതിനകത്ത് FB എന്ന ഫോഴ്സ്, അതായത് നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞ രണ്ട് കോമ്പണൻ്റ് ഉണ്ട്, കാരണം അത് ഇൻക്ലൈൻഡ് ആംഗിളിലാണ് ആക്ട് ചെയ്യുന്നത്. സോ FBHും FBയും. ഈ ഹോറിസോണ്ടൽ കോമ്പണൻ്റായ FBH ആക്ട് ചെയ്യുന്നത് നമ്മുടെ FR വരുന്ന ഫോഴ്സിൻ്റെ ആക്സിസിന് സെയിം ഡയറക്ഷനിലാണ്. അതിൻ്റെ സെയിം ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിന് ബാലൻസ് ആകാൻ വേണ്ടി മറ്റൊരു തരത്തിലുള്ള ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സും ഇവിടെ ഇല്ല. സോ ഇതൊരു അൺബാലൻസ്ഡ് ഫോഴ്സായിട്ട് അവിടെ എപ്പോഴും ആക്ട് ചെയ്യും. അതുകൊണ്ടാണ് FBH അൺബാലൻസ്ഡ് ഫോഴ്സായിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ നമുക്ക് ഈ ഫോഴ്സിനെ ബാലൻസ് ചെയ്യണമെങ്കിൽ നമുക്ക് അഡീഷണൽ മാസ് നമുക്ക് ക്രാങ്ക് ഷാഫ്റ്റിൽ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. സോ അതുകൊണ്ട് തന്നെ ഇതിനെ ഷേക്കിംഗ് ഫോഴ്സ് എന്നും അൺബാലൻസ്ഡ് ഫോഴ്സ് എന്നും അറിയപ്പെടുന്നു. രണ്ടാമത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഫോഴ്സ് എന്ന് പറയുന്നത് FB എന്നതിൻ്റെ വെർട്ടിക്കൽ കോമ്പണൻ്റ് ആണ്, അതായത് FBV ആക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇത് കാണാൻ കഴിയും. വെർട്ടിക്കൽ ഡയറക്ഷനിലാണ് നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ 90 ഡിഗ്രി, അതായത് പിസ്റ്റൺ ഏറ്റവും ഉയർന്ന വെലോസിറ്റി ഉള്ള പോർഷനിലാണ് നമ്മുടെ FBV ആക്ട് ചെയ്യുന്നത്. ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് നമുക്കിതിനകത്തൊരു നോർമൽ റിയാക്ഷൻ ഫോഴ്സ് കാണാൻ സാധിക്കും നമ്മുടെ പിസ്റ്റൻ്റെ സൈഡിൽ. ഈ നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്നത് സൈഡ് ത്രസ്റ്റ് ആണ്. നമ്മുടെ പിസ്റ്റൻ്റെ റിസൾട്ടൻറ്റ് ഫോഴ്സ് ഒരു സെർട്ടൻ ഇൻക്ലൈൻഡ് ആംഗിളിൽ ആക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ രണ്ട് കോമ്പണൻ്റ് ആയിരിക്കും, വെർട്ടിക്കൽ കോമ്പണൻ്റും ഹോറിസോണ്ടൽ കോമ്പണൻ്റും. റിസൾട്ടൻറ്റ് കോമ്പണൻ്റ് എന്ന് പറഞ്ഞ നമ്മുടെ ഹോറിസോണ്ടൽ കോമ്പണൻ്റ് ആണ്. FN എന്ന് പറഞ്ഞ സൈഡ് ത്രസ്റ്റ് ഒരു വെർട്ടിക്കൽ കോമ്പണൻ്റുമാണ്. ഈ വെർട്ടിക്കൽ കോമ്പണൻ്റ് ആക്ട് ചെയ്യുന്നത് FBVക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. സോ ഇത് ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ആണെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുമാണ് ആക്ട് ചെയ്യുന്നത്. പക്ഷേ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇതിന് രണ്ടും തമ്മിലൊരു ഓഫ്സെറ്റ് ഉണ്ട്. ഈ ഓഫ്സെറ്റ് ഡിസ്റ്റൻസിനെയാണ് X എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം ഒരു സെർട്ടൻ ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് ഒരു സെർട്ടൻ ഡിസ്പ്ലേസ്മെൻറ്റിൽ ആക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു കപ്പിൾ ക്രിയേറ്റ് ആവും. സോ ഈ ടോർക്കിനെയാണ് നമ്മൾ ഷേക്കിംഗ് കപ്പിൾ അഥവാ അൺബാലൻസ്ഡ് കപ്പിൾ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ എൻജിനിലാണെങ്കിൽ ഒരു ടോട്ടൽ ഒരു ടോർക്കി വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കാരണമാവും. ഇത് കൺട്രോൾ ചെയ്യാൻ കൂടുതൽ ഡിഫിക്കൽട്ട് ആയിരിക്കും. സോ ഇതും നമുക്കൊരു ബെറ്റർ ബാലൻസ്ഡ് എൻജിൻ ഡിസൈൻ ചെയ്യണമെങ്കിൽ ഇത് നമുക്ക് കൺട്രോൾ ചെയ്യേണ്ടതായിട്ട് വരുന്നു. കംപ്ലീറ്റ്ലി ബാലൻസ്ഡ് ചെയ്യുക എന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ നമുക്ക് സാധ്യമാകുന്നത് പാർഷ്യലി ബാലൻസ്ഡ് ആണ്. ഈ പാർഷ്യൽ ബാലൻസിങ് എത്രത്തോളം എഫിഷ്യൻ്റ് ആവുമോ അത്രയും എൻജിൻ റിലയബിളും അത്രയും NVH എഫക്റ്റീവുമായിരിക്കും. മീൻസ് അത്രയ്ക്ക് ലോ NVH ആയിരിക്കും എൻജിൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിനുവേണ്ടി നമുക്ക് ഒരു കൗണ്ടർ മാസ് ക്രാങ്ക് ഷാഫ്റ്റിൽ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിലും അതേപോലെ നമ്മുടെ എൻജിൻ പാർട്സിൻ്റെ ഭാരം കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഇനേർഷ്യ എഫക്ട്സും അതേപോലെ തന്നെ എൻജിൻ ബാലൻസിങ് പ്രോബ്ലംസും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. സോ ഒരു സിമെട്രിക്കൽ എൻജിൻ അറേഞ്ച്മെൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ കൗണ്ടർ മാസ് പ്രൊവൈഡ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് എൻജിനെ കൂടുതൽ ബാലൻസിങ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓഫ്സെറ്റ് സിലിണ്ടറാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നമുക്ക് അൺബാലൻസിങ് ഫോഴ്സിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. പ്രൈമറി അൺബാലൻസ്ഡ് ഫോഴ്സ് ആൻഡ് സെക്കൻഡറി അൺബാലൻസ്ഡ് ഫോഴ്സ്. ഈ സെക്കൻഡറി അൺബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ പിസ്റ്റൻ്റെ ആക്സലറേഷനെ വളരെ ഡയറക്റ്റ്ലി പ്രപ്പോർഷണലാണ്. നമ്മൾ ഓഫ്സെറ്റ് സിലിണ്ടറാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്കറിയാം നമ്മുടെ പിസ്റ്റൻ്റെ ഡെഡ് സെൻറ്റർ എന്ന് പറയുന്നത് വെലോസിറ്റി 0 ആയിരിക്കുന്ന
പൊസിഷൻസ് ആണ്. സോ വെലോസിറ്റി പിസ്റ്റൻ്റെ എപ്പോഴും വേരി ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അതിനനുസരിച്ചിട്ട് അതിന് അവിടെ ഒരു ആക്സലറേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഓഫ്സെറ്റ് സിലിണ്ടർ ആക്കുകയാണെങ്കിൽ നമുക്കറിയാം സക്ഷൻ സ്ട്രോക്കിലും മെയിൻലി പറയുകയാണെങ്കിൽ പവർ സ്ട്രോക്കിലും സക്ഷൻ സ്ട്രോക്കിലും നമ്മുടെ പിസ്റ്റൺ കുറച്ചുകൂടെ സ്മൂത്ത് ആയിരിക്കും മൂവ്മെൻറ്റിൽ, കാരണം ഓഫ്സെറ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ അവിടെ ആക്സലറേഷനിൽ വരുന്ന ഫ്ലക്ച്വേഷൻ എന്ന് പറയുന്ന നോർമൽ സിമെട്രിക്കൽ സിലിണ്ടറിനെ അപേക്ഷിച്ച് വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സെക്കൻഡറി അൺബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ സിമെട്രിക്കൽ പിസ്റ്റണെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വളരെ മാഗ്നിറ്റ്യൂഡിൽ വളരെ കൂടുതലാണ്. ഇതുകൊണ്ട് തന്നെ നമ്മുടെ ഓഫ്സെറ്റ് സിലിണ്ടേഴ്സിൻ്റെ ബാലൻസിങ് NVH പ്രോബ്ലംസ് കൂടുതലാണ്. അത് ബാഡ് NVH ആണ് നമ്മുടെ ഓഫ് സിലിണ്ടറിൻ്റെ ഒരേ ഒരു വലിയ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ എവിടെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു റോൾസ് റോയ്സിൻ്റെ എഞ്ചിനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആ എഞ്ചിൻ കൂടുതൽ ബാലൻസ്ഡും ആയിരിക്കണം, വളരെ സ്മൂത്തും ആയിരിക്കണം. കാരണം നമുക്ക് ബെറ്റർ ഡ്രൈവിംഗ് പ്ലഷറിനേക്കാളും ഉപരി അത് പ്രൊവൈഡ് ചെയ്യേണ്ടത് ബെറ്റർ ഡ്രൈവിംഗ് കംഫർട്ടാണ്. അതിന് നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുന്നത് സിമെട്രിക്കൽ സിലിണ്ടർ ആയിരിക്കും. പക്ഷേ നമ്മുടെ പ്രിഫറൻസ് നമ്മളിപ്പം അത് ഡിസൈൻ ചെയ്യുന്ന ഒരു ഹൈപ്പർ കാറിനോ സൂപ്പർ കാറിനോ ആണെങ്കിൽ നമുക്കിവിടെ പ്രിഫറൻസ് എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിനും വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ ക്രിയേറ്റ് ചെയ്യുക എന്നാണ്. സോ നമുക്ക് അവിടെ ഓഫ്സെറ്റ് സിലിണ്ടർ പ്രിഫർ ചെയ്യാൻ സാധിക്കും. ഞാനിനി ബാലൻസിങ്ങിനെ കുറിച്ച് ഒരു പാർട്ട് 3 ആയിട്ട് ഡീപ്പായിട്ടുള്ള ബാലൻസിങ്ങിനെ കുറിച്ച് മാത്രപ്പെട്ടുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇത് ബാലൻസിങ്ങിനെ കുറിച്ചുള്ള അഡ്വാൻറ്റേജ് ബേസിക്സ് ആണ് ഞാൻ പറഞ്ഞത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ ആൻഡ് ബൈ.